ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. പ്രസ് ചെയ്ത് കൊണ്ടിരിക്കാം. ഇവിടെ ജസ്റ്റ് സ്പ്രിങ് ആക്ഷൻ ആണ്. ജസ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് എന്നിട്ട് പ്രസ് ചെയ്ത് എടുക്കാം കേട്ടോ. എന്നിട്ട് പ്രസ് ചെയ്തിട്ട് എടുത്താൽ മതി. ഓക്കെ. പിന്നെ റൈറ്റ് സൈഡും ഉണ്ട് ലെഫ്റ്റ് സൈഡും ഉണ്ട്. ഇത് ഈ ഒരു ലോക്കുള്ള ഭാഗം ഈ വീലുമക്കാണ് വരിക. ഈ സൈഡിൽ ഈ ഭാഗമാണ് വരിക കേട്ടോ. ഇതേപോലെ തന്നെ ഇവിടെ ഉണ്ട് ഒരു സാധനം. പ്രസ് ചെയ്യുമ്പോൾ രണ്ട് സെയിം സാധനം തന്നെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ പ്രശ്നമില്ല. അവിടെ ലെഫ്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ടാവും, റൈറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. ജസ്റ്റ് ഇതിലേക്കാണ് നമ്മൾ ഈ ഫിലിം സെറ്റ് ചെയ്യാം. ഇത് പുതിയ ഫിലിം, പുതിയ ഇങ്ക് ബാക്ക് സൈഡിൽ ഇതാണ് ഫിറ്റ് ചെയ്യുക കേട്ടോ. ഫ്രഷ് ഇങ്ക് മഷി പുതിയത് ഇവിടെയാണ് വെക്കുക. മുകളിൽ അതിൻ്റെ വേസ്റ്റ് വരുന്ന രീതിയിലാണ് വരിക കേട്ടോ. ഓക്കെ. ശേഷം ഇവിടെ ഫിറ്റ് ചെയ്യും കേട്ടോ. എന്നിട്ട് ഇതിൽ നിന്ന് ഇതിൻ്റെ എൻഡ് പിടിച്ചിട്ട് നേരെ ഇതിനൊക്കെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കും. ഇങ്ങനെ ജസ്റ്റ് ഒട്ടിക്കുക. ഇതൊന്ന് തിരിച്ചു കൊടുക്കുക. ഇതാണ് ഇതിൻ്റെ ഇങ്ക്. ഇതിൽ വന്ന് ഹീറ്റായിട്ട് ഇതിന് സ്റ്റിക്കർമിൽ പതിയുന്ന സിസ്റ്റമാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഫുള്ള് ഈ ബാക്കിലുള്ള ഫുള്ള് റോള് ഇവിടെ എത്തും. അപ്പം വേസ്റ്റായി, ഇത് പിന്നെ വേസ്റ്റാണ്. നേരെ എന്ത് ചെയ്യുക, പുതിയ റിബ് അടുത്ത പ്രാവശ്യം ഇവിടെ ഫുള്ള് ലോഡായി കഴിഞ്ഞാൽ ഇത് ഇതേമാതിരി ഊരിട്ട് ഇത് ഊരി ഒഴിവാക്കുക. അപ്പോൾ ഇപ്പോൾ ഇട്ട പേപ്പർ കോയിൽ ഉണ്ടല്ലോ, അതിന് പകരം ഇവിടെ പേപ്പർ കോയിൽ ബാലൻസ് ഉണ്ടാവും. ആ പേപ്പർ കോയിൽ ഇവിടെ യൂസ് ചെയ്യാം. എന്നിട്ട് പുതിയത് റിബൺ അടിയിൽ ഫ്ലഷ് കയറ്റി ഇങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കും. അങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് വരെ. ജസ്റ്റ് ക്ലോസ് ചെയ്യാം.